പ്രവാസി റിട്ടേണീസ് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം കൺവെൻഷൻ DCC പ്രസിഡന്റ് MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥി PC ചാക്കോവിന് സംഘടനയുടെ പിന്തുണ പ്രഖ്യാപിച്ചു. അനിൽകുമാർ, AK ഡൊമിനി, P കുഞ്ഞുമൊയ്തു, ആന്റോ പെരുമ്പള്ളി, KK ശോഭനൻ എന്നിവർ പങ്കെടുത്തു. ശക്തമായി നിലനിൽക്കുന്നത് എന്ന് കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ ആമുഖമായിട്ടുണ്ട്. ആ പ്രകടനപത്രികയിൽ ഈ പാർലമെന്റ് 15ാം ലോക്സഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPA നേതൃത്വത്തിലുള്ള സർക്കാർ വരികയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് പ്രവാസികളായി ഈ രാജ്യത്ത് മടങ്ങിയെത്തിയ മുഴുവൻ ആളുകളുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾക്ക് രൂപമെടുക്കും UPA ഗവൺമെന്റ് എന്ന് അടിവരയിട്ട് പ്രകടനപത്രികയിൽ കൂടി വാഗ്ദാനം നൽകി. കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നമുക്കറിയാം. 2004 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും കോൺഗ്രസ് പ്രകടനപത്രിക ഇറക്കിയിരുന്നു. ആ പ്രകടനപത്രികയിൽ കോൺഗ്രസ് അവകാശപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് 5 വർഷങ്ങൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേടാനായിട്ടുള്ളത്. ഇപ്പൊ കോൺഗ്രസിന്റെ മുൻകാല അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ വാഗ്ദാനം നൽകൽ മാത്രമല്ല, പ്രകടന പത്രികയിൽ കൂടി നൽകുന്ന ഉറപ്പുകൾ